കൊല്ലത്തേക്കൊന്ന് പോയാലോ? കൊല്ലം തലവൂർ പൂരം നാളെ നടക്കും എന്നുള്ളതാണ്. തലവൂരിലെ പൂരം കാണാനും അവിടെ ആളുകളുണ്ട്. ഇതൊരു ഉത്സവ കാലമാണല്ലോ, അപ്പൊ തലവൂരിലെ പൂരം നമുക്ക് കാണാം. ഇത്തവണ വെടിക്കെട്ടില്ല, വെടിക്കെട്ട് നിയന്ത്രിച്ചുകൊണ്ട്, വെടിക്കെട്ടില്ലെന്നല്ല, വെടിക്കെട്ട് നിയന്ത്രിച്ചുകൊണ്ടാണ് ഇത്തവണ പൂരവും കുടമാറ്റവും നടക്കുന്നത്. നമുക്ക് ആ കാഴ്ചയൊന്ന് കണ്ടിട്ട് തിരിച്ച് ആറ്റുകാലിലേക്ക് എത്താം. തലവൂരിന്റെ ഉത്സവത്തിനായി നാട് ഒരുങ്ങിക്കഴിഞ്ഞു. നാളെയാണ് പൂരം. മുത്തുക്കുടകളും ആർച്ചുകളും ഫ്ലക്സുകളും പോസ്റ്ററുകളും കൊണ്ട് നാട് പൂരത്തിന്റെ വരവറിയിച്ചു കഴിഞ്ഞു. പാണ്ടിത്തിട്ട 121 നമ്പർ ശങ്കരവിലാസം NSS കരയോഗത്തിനാണ് ഇക്കുറി ഉത്സവാഘോഷ നടത്തിപ്പിനുള്ള നറുക്കു വീണത്. ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് എൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ കാലങ്ങളായി നമ്മൾ തലവൂർ പൂരം എന്ന് പറയുന്നത് ഓരോ കരക്കാരാണ് ആ ഘോഷയാത്ര നടത്തുന്നത്. അപ്പോൾ അതൊരു മത്സര സ്വഭാവം എല്ലാ കരക്കാർക്കും ഉണ്ട്. ഒരു വർഷം നടത്തുന്നതിനെക്കാട്ടി ഗംഭീരമായ ഒരു ഘോഷയാത്രയാണ് അടുത്ത കരക്കാർ നടത്തുന്നത്. അപ്പോൾ ഞങ്ങളും ആ ഒരു മത്സര സ്വഭാവം നിലനിർത്തിക്കൊണ്ട് കുറച്ചുകൂടെ വ്യത്യസ്തമായി തൃശ്ശൂർ പൂരം എന്ന രീതിയിലേക്ക് തലവൂർ പൂരത്തെ കൊണ്ടുവരുന്നതിനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തുന്നത്. തനത് കലാരൂപങ്ങൾക്ക് പുറമെ പ്രസിദ്ധമായ തൃശ്ശൂർ പുലിക്കളി, മലബാറിൻ്റെ അനുഷ്ഠാന കലയായ തിറയാട്ടം, മലബാർ തെയ്യം, കോഴിക്കോടിൻ്റെ ചിരപുരാതന പാവാട ഡാൻസ്, ബ്യൂഗിൾ ഡാൻസ് തുടങ്ങിയ പുതുമകളുമുണ്ട്. വാദ്യഘോഷങ്ങളും പൂരത്തിന് മാറ്റുകൂട്ടും. പാണ്ടിത്തിട്ട, ഗുരുസി, കാമൻകാവ്, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉച്ചയോടെ ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ നിശ്ചല ദൃശ്യങ്ങൾക്കൊപ്പം ചമയവിളക്കും ഉണ്ടാകും. തലവൂരിൻ്റെ സാംസ്കാരികതയും പൈതൃകവും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മിനി പൂരമാണ് നമ്മൾ തലവൂർ ഇപ്പോഴും നിലവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൃശ്ശൂർ പൂരം കാണുന്ന അതേ സുഖത്തോടു കൂടിയും അതേ ഉന്മേഷത്തോടെയും അതേ ആരവത്തോടെയുമാണ് തലവൂർ പൂരം ഈ വട്ടം നമ്മുടെ സംഘാടകർ എത്തിച്ചിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള കലാപരൂപങ്ങൾ, നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നില്ലാത്ത തിറയാട്ടം എന്ന് പറയുന്നത്, മലബാർ മാത്രം കണ്ടുവരുന്ന തെയ്യങ്ങൾ, തൃശ്ശൂർ പൂരത്തിന് കാണുന്ന അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ മാത്രമുള്ള പുലികളി, ഇത്തരത്തിലുള്ള വിവിധ കലാരൂപങ്ങൾ നമ്മൾ ഈ വട്ടം തലവൂരിലേക്ക് ഇറക്കുകയാണ്. തലവൂരിൻ്റെ പൈതൃകത്തെ വിളിച്ചോതുന്ന, തലവൂർ ദേശത്തിൻ്റെ പൈതൃകത്തെ വിളിച്ചോതുന്ന മുഴുവൻ ദേശവാസികളുടെയും ഒത്തൊരുമിക്കുന്ന രീതിയിലുള്ളൊരു ഉത്സവമാണ് തലവൂർ പൂരം. ക്ഷേത്ര മൈതാനിയിൽ 11 ഗജവീരന്മാരെ അണിനിരത്തി കുടമാറ്റവും പൂരമേളവും നടത്തും. പൂരത്തിന് മേളക്കൊഴുപ്പേകുന്നത് മേളപ്രമാണി കടവൂർ അനിലും 51 വാദ്യകലാകാരന്മാരുമാണ്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിനെ വെല്ലുന്ന ഒരുക്കങ്ങളാണ് നാട് ഒരുക്കിയിരിക്കുന്നത്. ഒരു നാടിൻ്റെ ഉത്സവമായി മാറുകയാണ് തലവൂർ പൂരം. പൂരനഗരിയിൽ നിന്നും മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ.